1000 രൂപയുടെ വില എനിക്കറിയാം, പക്ഷെ 1000 എന്ന് പറയുന്ന നമ്പറിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നത് ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. 2 ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അതിനാണ് ഇന്ന് ഈ വീഡിയോ. പിന്നെ വെറുതെ കേട്ടോണ്ടിരിക്കാൻ മാത്രം സ്വീറ്റ് വോയിസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പാരലി ഒരു ക്രാഫ്റ്റ് കൂടി ചെയ്യുന്നുണ്ട്, വെറുതെ കണ്ടോണ്ടിരിക്കാമല്ലോ. യൂട്യൂബ് ചാനൽ ഉള്ളവർക്കറിയാം 1K സബ്സ്ക്രൈബേഴ്സ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. ഇതൊന്നും അല്ല, ഇതിലും വലിയ കടമ്പകൾ ഇനിയുണ്ട്, എങ്കിലും ഇതൊരു ബേസിക് അച്ചീവ്മെന്റ് തന്നെയാണ്. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒരേ ടൈമാണ് പോസ്റ്റ് ചെയ്യുന്നത്. ആമയുടെ മുന്നിലെ മത്സരം പോലായിരുന്നു. ഇൻസ്റ്റയിൽ ആദ്യം തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു, 50-100 വെച്ച് ഫോളോവേഴ്സ് ഒക്കെ കൂടിക്കൊണ്ടുവന്നു. പക്ഷെ യൂട്യൂബിൽ വലിയ അനക്കമൊന്നുമില്ല. പക്ഷെ കഥയിലെ പോലെ തന്നെ ജയിച്ചത് യൂട്യൂബാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞ ക്രാഫ്റ്റ് ഒരു കണ്ടന്റായിട്ട് കണ്ടുപിടിച്ചല്ല കേട്ടോ. എനിക്ക് ജേർണലിംഗും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ ചെയ്തൊരു ജേർണലിംഗിന്റെ വീഡിയോ എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഇട്ടിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ടിൽ നിന്നാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങുന്നത്. വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് വന്ന് എന്നോട് ചോദിച്ചായിരുന്നു, നിനക്ക് ഇതൊക്കെ വശമുണ്ടോന്ന്. ഈവൻ എന്റെ പേരൻസിന് പോലും അറിയില്ലായിരുന്നു. ചെയ്യാനൊക്കെ ഇഷ്ടമായിരുന്നെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഇപ്പോഴാണ് ഇതൊക്കെ പൊടിയിട്ടെടുക്കേണ്ടി വന്നത്. പിന്നെ എല്ലാത്തിനും അതിന്റേതായ ഒരു സമയമുണ്ടല്ലോ. ഡെയിലി വീഡിയോസ് ഇടണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ഒക്കെ വരാറുണ്ട്. 9 to 5 ഓഫീസ് ജോബും അത് കഴിഞ്ഞൊന്ന് വീട്ടിലെ കാര്യവും പിന്നെ മോളുടെ കാര്യവും കഴിഞ്ഞ് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിലും ഇമ്പോർട്ടന്റ് ആയ രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ആൽക്കഹോളിക് മാർക്കറിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഇട്ടിരുന്നു. 4 ലക്ഷത്തോളം പേര് ആ വീഡിയോ കണ്ടു. അതിനെനിക്ക് വന്ന കമന്റുകളാണ് ഇതൊക്കെ. മാർക്കർ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അത് ഗിവ് അവേ ചെയ്യുമെന്ന് ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് മുന്നേ തന്നെ റിട്ടേൺ കൊടുത്തിരുന്നു. പിന്നെ ഒരു കാര്യം, ഒരു 10K സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആകുമ്പോൾ ഒരു ഗിവ് അവേ നടത്തണമെന്നായിരുന്നു എന്റെ മനസ്സിൽ. ബട്ട് ചിലരുടെ കമന്റ് എനിക്ക് ഭയങ്കര റിലേറ്റഡ് ആയിരുന്നു. എനിക്ക് ഇതുപോലൊരു മാർക്കർ വേണമായിരുന്നു ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൽ പകുതിൽ കൂടുതൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ പിന്നെ അവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനും കുട്ടിക്കാലത്ത് ഇത്രയൊക്കെ തന്നെ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഇത്രയും കമന്റ്സ് ഞാൻ എങ്ങനെ നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ഗിവ് അവേ നടത്താന്ന്. ഇത് കുറച്ച് നേരത്തെ ആയി പോയില്ലേ എന്ന് തോന്നുന്നവരുണ്ടാവും. എന്റെ ഓരോ വീഡിയോക്കും താഴെ വന്ന് കൊള്ളാൻ ചേച്ചി, നന്നായിട്ടുണ്ട് ചേച്ചി എന്നൊക്കെ പറയുന്ന ഈ കുട്ടികളോട് ഇതെങ്കിലും ചെയ്യേണ്ട എനിക്ക്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ. ഇത്രയൊക്കെ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ക്രാഫ്റ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഗിവ് അവേയുടെ അപ്ഡേറ്റ്സ് എല്ലാം വരുന്ന വീഡിയോ പറയാം കേട്ടോ. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം.